ചില്ലറ ആളുകളെ പഠിപ്പിക്കാൻ നേരത്ത് നമ്മൾ ഈ കയറിൽ പാമ്പിനെ കാണുന്ന പോലെ, മനസ്സിലായില്ലേ? ആരെങ്കിലും ഒരുത്തൻ എഴുന്നേറ്റ് ചോദിച്ചാൽ സംഗതി പൂട്ടും. കയറ് കാണുന്നവൻ പാമ്പും, പാമ്പ് കാണുന്നവൻ കയറും കാണില്ല. മനസ്സിലായില്ല? പാമ്പ് അജ്ഞാനത്തിലും കയറ് ജ്ഞാനത്തിലുമാണ്. അപ്പൊ ആ ഊമയില് പാമ്പ് എന്ന ബോധം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ആകാരം കൊണ്ടുള്ള ഭ്രമം കയറിലായത്. അത് അനിർവചനീയമാണ്. അത് രാത്രിയിൽ സന്ധ്യാസമയത്ത് ഇരുട്ടത്തല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ മാറ്റാനാ നട്ടുച്ചയ്ക്ക് സുഖൃതിയിൽ രജതം കണ്ടത് പറഞ്ഞത്. അത് ആ ഉപമയുടെ പോരായ്മ നീക്കാനാ. പഠിപ്പിക്കുന്ന ആചാര്യനോടൊപ്പം ചോദിച്ചു, ആചാര്യ അതിന് ഈ പ്രപഞ്ചം നല്ല പകലത്തല്ലേ കാണുന്നത്, ഇരുട്ടൊന്നും അല്ലല്ലോ? അതിനാണ് മറുപടി, നല്ല വെളിച്ചം. ആ വെളിച്ചം അറിവെന്ന വെളിച്ചവും നീ കാണുന്ന ഭൗതിക വെളിച്ചവും രണ്ടാണെന്ന് ബോധ്യപ്പെടുത്താനാണ് നട്ടുച്ചയ്ക്ക് നദീതീരത്തൂടെ കടൽ തീരത്തൂടെ പോകുന്നവൻ വെള്ളിയാണെന്നോർത്ത് ഓടിപ്പോയി എടുക്കുമ്പോൾ മുത്തുച്ചിപ്പി കിട്ടുന്നത്. അപ്പൊ പട്ടാ പകലാകും. അപ്പൊ പറഞ്ഞു, ഒരു പ്രാവശ്യം ഇത് കണ്ട് ഭ്രമം തോന്നി, വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോവുകയല്ലോ എന്ന് ചോദ്യം ചോദിച്ചാൽ അതിനുള്ള സമാധാനമാണ് മരീചിക. മരീചിക കണ്ട് ബോധ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന് പഴയ സ്ഥലത്ത് നിന്ന് നോക്കിയാലും അത് അറിഞ്ഞവൻ പിന്നെ നോക്കിയാലും മരീചിക ഉണ്ടാവും. അതായി പ്രപഞ്ചം. ഇത് പ്രപഞ്ചത്തിനുള്ള ഉപമയാണ്. ഇവിടെ അതല്ല, ഇവിടെ ദൈവചിന്തയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഈ ഉപമകൾ തമ്മിൽ ചിലർ താരതമ്യം ചെയ്യും. ശങ്കരന്റെ ഉപമയേക്കാൾ ഗംഭീരമാണിത്. ശങ്കരനും നാരായണ ഗുരുവും ഒക്കെ ഒരേ ആളാണ്, അവ തമ്മിൽ താരതമ്യമില്ല എന്ന് പഠിക്കുന്നത് ഉചിതം. അവരുടെ ഉപമകൾക്കും താരതമ്യമില്ല. ഈ ഉപമകളൊന്നും അവരുടേതല്ല, വേദങ്ങളിൽ നിന്ന് വന്നതാണ്. അത് അവർ പഠിച്ചു, പരമ്പരയ്ക്ക് കൈമാറി, അതിൽ നിന്നുള്ളവർ പഠിച്ചു, അവർ വീണ്ടും കൈമാറി. അങ്ങനെ ഞാനും പറയുന്നു, അത്രയേ ഉള്ളൂ. ഇതെല്ലാം അവിടുന്ന് കടം വാങ്ങിച്ചതാണ്, ആദിമമായ അറിവിൽ നിന്ന്. ഇതിൽ ശങ്കരനോ നാരായണ ഗുരുവോ വ്യാസനോ വസിഷ്ഠനോ ഒന്നും പരസ്പരം താരതമ്യം ചെയ്യാനാകാത്ത വിധത്തിൽ ഏകവും അദ്വയവുമാണെന്ന് അറിയുന്നവൻ മാത്രമേ ഈ പരമ്പരയിൽ പെടൂ. അല്ലാതെ ഇതിനെ ജാതി വെച്ചും മതം വെച്ചും വർഗം വെച്ചും ദേശം വെച്ചും ഇവയെ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേറൊരു കാലത്ത് വേറൊരു ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ട് അവനവൻ്റെ ഇച്ഛക്കിണങ്ങുമാറ് പഠിക്കുന്നവൻ വിവരദോഷി മാത്രമാണ്. എന്ത് പഠിപ്പിച്ചാലും മറന്നുപോകണ്ട. അതുകൊണ്ട് ഇവയൊന്നും തമ്മിൽ താരതമ്യമില്ല. ഇതൊക്കെ അറിവിനുള്ള ലിംഗങ്ങൾ മാത്രമാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചവുമാണ്. അതിനെപ്പറ്റി തർക്കവും വേണ്ട. ആ നിലയിൽ ഈ ഉപമകൾ കാണണം. രണ്ട്, നേരത്തെ പറഞ്ഞു, കയറിൽ പാമ്പില്ല, സാധർമ്യം കൊണ്ടാണ്. നാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്ന കാലത്ത് ലോകായതനന്മാർ കൂടി ശങ്കരന്റെ അടുക്കൽ വൈരാഗികളായ ശിഷ്യന്മാരായമ്മ. അത്താമലകനൊക്കെ ആ കൂട്ടത്തിൽ വിടും. അത്താമലകൻ വർത്തമാനം പോലും പറഞ്ഞിരുന്നില്ല അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നടക്കുമ്പോൾ. അവസാനം അച്ഛനും അമ്മയും ശങ്കരനോട് തന്നെ എന്ന് പറഞ്ഞു, കുറെ കാലമായി ഉപനയനം ചെയ്യണമെന്നുണ്ട്, നല്ല കൊല്ലത്തിൽ ജനിച്ചു, ഒരു നിവൃത്തിയില്ലെങ്കിൽ വർത്തമാനം തന്നെ പറയുന്നില്ല. അപ്പൊ ശങ്കരൻ മെല്ലെ തട്ടിയിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, കുഞ്ഞെ നീ ആരാണ്? പ്രിയം പറയുന്നവനെ പ്രിയമായി പറയുവാണ്. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ചിരി വന്നു. പൊട്ടനോട് വർത്തമാനം പറയാൻ പറയുന്നവൻ അവനേക്കാൾ പൊട്ടനായിരിക്കണ്ടേ? ഓ, ഇയാളുടെ അടുക്കവന്നാണല്ലോ പരാതി പറഞ്ഞതെന്ന് ഓർത്തപ്പോഴാണ് മകൻ മെല്ലെ വർത്തമാനം പറഞ്ഞു. ഇതുവരെ വർത്തമാനം പറയാത്ത മകൻ വർത്തമാനം പറഞ്ഞു. നാഹം മനുഷ്യ നചദേവയക്ഷ. ഞാൻ മനുഷ്യനല്ല, ഞാൻ ദേവനല്ല, ഞാൻ യക്ഷനല്ല, ഞാൻ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയുമല്ല. ഭിക്ഷുർണചാഹം നിജബോധരൂപ. ഭഗവനാ ബോധരൂപമാകുന്നു ഞാൻ. ശങ്കരനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് തന്തയും തള്ളയും വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നാൽ കൊള്ളുകയില്ല, ഞാൻ കൊണ്ടുപോകാം. ഇവൻ എനിക്ക് പ്രയോജനപ്പെട്ടേക്കും, നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. ഇത് വെറുതെ എന്തിനായിരുന്നു ചോന്നടക്കുന്നത്? പോരട്ടെ. ഹസ്തത്തിൽ ആലകം പോലെ, ഉള്ളംകൈയിൽ നെല്ലിക്ക പോലെ അറിവ് വന്നവൻ എന്ന അർത്ഥത്തിൽ അയാളെ ഹസ്താമലകൻ എന്ന് വിളിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളവരോട് ആയുമയൊക്കെ പറഞ്ഞത്. സാമൂഹ്യ ലോകത്തിൽ പഠിപ്പിക്കേണ്ടി വന്ന നാരായണ ഗുരുവിന്റെ കാലത്തിലായപ്പോൾ ഈ ലോകമൊക്കെ ഒരു അല്പം രസമാണെന്ന് തോന്നലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഭംഗിയായി പറഞ്ഞു, നലമിയലും മലർമാല. കയറെന്നല്ല പറഞ്ഞു, നല്ല ഭംഗിയുള്ള മലർമാല നാഗമാമോ. പാമ്പാണെന്ന് ധരിച്ച് പേടിക്കുന്നു ആളുകൾ. കയറ് പാമ്പാണെന്ന് വിചാരിക്കുക, മാല പാമ്പാണെന്ന് വിചാരിക്കുക. രണ്ടും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ മനസ്സിലാകാൻ കൂടുതൽ എളുപ്പം ഇതിനുണ്ട് ഈ കാലത്ത്. ഇന്ന് പഠിപ്പിക്കുമ്പോൾ അതിലും കൂടുതൽ പഠിപ്പിക്കണം. കാരണം റോക്കിൻ്റെയും ഒക്കെ കാലമാണ്. മലർമാല എന്ന് പറഞ്ഞാലും പോരാ, ഇല്ലേ? അതിലും കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരും. ഇത് കാലത്തിൻ്റെ മാറ്റം അതിന്മേലുണ്ടാവാം. സംഗതി ഒന്ന് തന്നെ. ഇവിടെയും ആഴിയും തിരയും പ്രകൃഷ്ടമായൊരു ഉപമയാണ് ഉപയോഗിക്കുന്നത് നാരായണ ഗുരു. പക്ഷെ ആ രണ്ടെണ്ണത്തിൽ നിർത്തിയില്ല. ആഴിയും തിരയും കാറ്റും ആഴവും ചതുഷ്പാദ തന്ത്രം. വേദാന്ത ദർശനത്തിലെ ചതുഷ്പാദ തന്ത്രം. ആഴി, തിര.
ആഴിയാണ് തിരയായി അടിക്കുന്നത്. കാരണം ആരാ? കാറ്റ്. അപ്പോ സ്ഥൂലമായ ആഴി, സ്ഥൂലമായ തിര, സൂക്ഷ്മമായ ആഴി, അതിനെ ആഴിയായും തിരയായും രൂപാന്തരപ്പെടുത്തുന്ന കാറ്റ്. അതിൻ്റെ ആഴവും ഈ തിരയും കാറ്റും ആഴിയും ഇല്ലാത്ത ആഴവും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി തുരീയമെന്ന ദാർശനിക സവിശേഷതയുടെ ആഴം. ജാഗ്രതായി പ്രതിഭാസിക്കുന്ന തിര, ഈ ലോകത്ത് തിരനോട്ടം നടത്തി നിർത്തുന്ന ജാഗ്രത്, അവ ഏതൊരു സ്വപ്നത്തിൽ നിന്നുത്ഭൂതമാകുന്നുവോ ആ ആഴി, അതിന് കാരണഭൂതമായ കാറ്റ് സുഷുപ്തി. ഇതൊന്നുമില്ലാത്ത നദിയുടെ അഗാധത, ആഴം. ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ ന അന്ധപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോഭയതപ്രജ്ഞം ന പ്രജ്ഞം ന പ്രജ്ഞാനഘനം ആദൃശ്യമാവ്യവഹാര്യമാചിന്യം അലക്ഷണം ഏകാത്മപ്രത്യയ സാരം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ. ഭാരതീയ ചിന്തയുടെ ആഴം ആ കരയെ പോണം, ഗൗഡബോധനിലൂടെ പോണം. ഇത് കവിതയായിട്ട് ഇങ്ങനെ ഒഴുകി വന്നതായിരിക്കും നാരായണഗുരു. ആ അനുഭൂതി സമ്പന്നമായ മുഹൂർത്തങ്ങളിൽ കവി സർവഗ്രാഹിയായി നിന്ന് വരുന്ന പദങ്ങൾ, കവിഹി ക്രാന്തദർശിത, ഇതൊക്കെ നിങ്ങൾ നായന്മാർക്ക്, ഈഴവർക്കും നമ്പൂരിമാർക്കും വല്ലതും മനസ്സിലാവൂ? ഇത് കവിത അറിയാവുന്ന മനുഷ്യനെ മാത്രമേ മനസ്സിലാവൂ. നാരായണ ഗുരുവിനെ ഇവനൊന്നും മനസ്സിലാവൂല, മനുഷ്യനെ മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലാവും. നാരായണൻ നായരെയും നാരായണ ചോനെയും നാരായണൻ നമ്പൂതിരിയെയും, അതിൽ തന്നെ നാരായണൻ വാത്തിയെയും നാരായണൻ ചാന്നാനെയും, അതിൽ തന്നെ നാരായണൻ ഇല്ലത്ത് നായരെയും നാരായണൻ എടച്ചേരി നായരെയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നല്ലാതെ നാരായണ ഗുരുവിനെ മനസ്സിലാവില്ല. അവിടെ പേരുച്ചരിക്കാതിരുന്നാൽ ലോകം നിങ്ങൾക്ക് മാപ്പ് തരും. ഞാനിങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ശരിക്കിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം വരില്ല. ഭാവാതീതന്മാരുടെ പരമ്പരകൾക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പരിവേഷം നൽകി അവരെ പോലും ഭൂമിയിലേക്ക് ആനയിച്ച് താഴ്ത്തിക്കൊണ്ടുവരുന്ന വർഗത്തിന് എന്നായിരിക്കും മോക്ഷം കിട്ടുക? ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ലേ? ഇവർക്ക് മാപ്പ് നൽകേണമേ. മഹോന്നതന്മാരായ മനുഷ്യസ്നേഹികളെ, അവരുടെ ദർശനമെന്തെന്നും അവരുടെ ജീവിതമെന്തെന്നും തിരിച്ചറിയാത്ത ജനത, അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൻ്റെ അറ്റത്തുള്ള വാലിൽ ജനിച്ചതുകൊണ്ട് അത് എൻ്റെയാണെന്നും എന്നോടൊപ്പമുള്ളതാണെന്നും അഭിമാനിച്ച് അതിൻ്റെ ഓരം ചേർന്ന് നിന്ന് നീങ്ങുമ്പോൾ, ആ ദർശന സവിശേഷതയുടെ അല്പമാത്രമെങ്കിലും അനുഭവിച്ചിരുന്നെങ്കിൽ, ചില ഉന്നതസ്ഥാനീയന്മാരുടെ പേരുകൾ ഉച്ചരിക്കുമ്പോൾ 6 പ്രാവശ്യം ചാണകവെള്ളത്തിൽ ആ നാവൊന്ന് മുക്കിത്തളിച്ചെടുത്തിരുന്നെങ്കിൽ, അതിന് നിങ്ങൾ ആധുനികരുടെ നാവിൽ നിന്ന് വോഡ്കയുടെയും ജോഡി വാക്കറുടെയും നാടൻ പട്ടയുടെയും മണം തന്നെ പോകണ്ടേ? അതിൽ മുക്കിക്കുഴച്ച നിങ്ങൾക്ക് നാരായണ ഗുരുവിലെ നാരായണനെ പറ്റി പറയാൻ അറിയുമായിരിക്കും, ഗുരുവിനെ പറയാൻ അറിയില്ല. ആ ഗൗരവം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനുമാവില്ല. നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കാരണം സത്യം ആളുകൾക്ക് പൊതുവെ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. സോ ആഴിയും തിരയും കാറ്റും ആഴവും, ആ ചതുഷ്പാദ തന്ത്രം അതിനോട് ഉപമിക്കുന്നതോ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും. ഞാൻ ഉപമ നോക്കുക. ആ ചതുഷ്പാദ തന്ത്രത്തിനപ്പുറം ആഴിയും ഞങ്ങളും, തിരയും മായയും, കാറ്റും നിൻ മഹിമയും, ആഴവും നീയും. സാഹിത്യം അറിയുമോ? സഹിതത്വമുള്ള സാഹിത്യമല്ലോ വായിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. നിങ്ങൾ ഈ മുട്ടത്തുവർക്കിയും കുന്നവർക്കിയും MD വാസുദേവൻ നായരെയും ഒക്കെ വായിച്ച് നേരം കളഞ്ഞപ്പോൾ ഈ കോപ്പി അടിച്ച് ലഭ്യന്മാർ കോപ്പി അടിച്ചതൊക്കെ നിങ്ങൾ കാണാപ്പാടാക്കിയിട്ടുണ്ടാവും. ആഴമുള്ള സഹിതത്വമുള്ള സാഹിത്യമുണ്ട് ഉപനിഷത്തുകളിൽ, വേദങ്ങളിൽ, പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ. ഒരാവർത്തി ഒന്ന് വായിച്ചു നോക്കണം. എൻ്റെ ഗാംഭീര്യം അറിയണമെങ്കിൽ അതിൻ്റെ തലങ്ങളിൽ നിന്ന് വന്നവരാണ് നാരായണ ഗുരുവിനെ പോലുള്ളവർ. അവർ വെറും ഒരു സ്തോത്രം രചിച്ചാൽ പോലും അതിൻ്റെ മൂല്യം സാഹിത്യത്തിലൊക്കെ വളരെ വലുതായിരിക്കും. ആഴിയും ഞങ്ങളും, തിരയും മായയും, കാറ്റും നിൻ മഹിമയും, ആഴവും നീയും. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കുള്ള ഗതീയത. സ്ഥൂലമായ ഞങ്ങളും മായയും, ഞങ്ങളെ ഉണ്ടാക്കുന്നത് മായയാണ്. ഞാൻ, എൻ്റെ, ഞങ്ങൾ, ഇതൊക്കെ അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. ഈ ലോകത്തിൽ എവിടെയെല്ലാം നിങ്ങൾ ഞാനെന്നും എൻ്റേതെന്നും ഞങ്ങളെന്നും ഞങ്ങളുടേതെല്ലെന്നും തീരുമാനിച്ചുവോ, അവിടെയൊക്കെ ഞങ്ങളുടേതല്ലാത്ത ഒന്നുണ്ട്. ആ നിഷേധത്തിലൂടെ നിങ്ങൾ ഈശ്വരന്റെ സർവ്വവ്യാപനത്തെ നിഷേധിച്ചു. നിങ്ങൾ ഒരു സമയത്ത് പറഞ്ഞു ഈശ്വരൻ സർവ്വവ്യാപിയാണ്.
സർവവ്യാപിയാണ് എന്ന് ഞങ്ങളുടെ ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളില്ല. നിങ്ങളെന്നെ അടുത്ത ശബ്ദം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ തത്വദർശനത്തെ നിങ്ങൾ തന്നെ നിഷേധിച്ചു. എവിടെയൊക്കെ ഹിന്ദു ഉണ്ടോ, എവിടെയൊക്കെ മുസ്ലിം ഉണ്ടോ, എവിടെയൊക്കെ ക്രിസ്ത്യാനിയുണ്ടോ, എവിടെയൊക്കെ നായരുണ്ടോ, എവിടെയൊക്കെ ഈഴവനുണ്ടോ, എവിടെയൊക്കെ നമ്പൂരിയുണ്ടോ, എവിടെയൊക്കെ നിങ്ങളുടെ പ്രത്യേക സംഘടനകൾ എന്നെ വിളിച്ച നിങ്ങൾ ഉൾപ്പെടെ ഉണ്ടോ, അവിടെയൊക്കെ ഈശ്വരനെ നിഷേധിക്കാതെ നിങ്ങളില്ല. മായാവൃതമായ ശക്തി ഞങ്ങളെന്ന് പരിമിതപ്പെടുത്തുമ്പോൾ ഞങ്ങളും മായയും. നിന്റെ മഹിമാതിരേകം അപൂർവമാണ്. നിന്റെ മഹിമയും നീയും വന്നാൽ ഞങ്ങളും മായയും മാറും. നിന്റെ മഹിമയില്ലാത്തതാണ് ഞങ്ങളും മായയും ഉണ്ടാകുന്നത്. നിന്റെ മഹിമയാകുന്ന കാറ്റ് നീ അതെന്റെ ഉള്ളിലായാൽ കുമാരനും കുമാരിയും ഒന്നുമില്ല, ബാലനും വൃദ്ധനും ഒന്നുമില്ല, സർവത്ര ബോധം മാത്രം, ഒന്നുമില്ല. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അവിടെ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. സൃഷ്ടിയെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ഭാരതത്തിലുണ്ട്. സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത്? അനേക ഇത് മായയെ കൊണ്ടിരുന്നത് ഋഗ്വേദം 47:18 ഒക്കെയാണ് 10ാം മണ്ഡലത്തിൽ. അതുപോലെ തന്നെ ബൃഹദാരണ്യകം 2:6-19, ബ്രഹ്മസൂത്രം 3:2-3 ഒക്കെ മായയെ സൃഷ്ടിയിൽ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നതാണ്. അനേക ചിന്തകൾ അതിനു മുമ്പ് തന്നെ ഭാരതത്തിലും മറ്റു ദേശങ്ങളിലും ഒക്കെ ഇരിപ്പുണ്ട് സൃഷ്ടിയെക്കുറിച്ച്. അനേകം കാര്യകാരണ സംബന്ധവാദം, കോഷ്വൽ ആർഗ്യുമെന്റ്, അതുപോലെ തന്നെ ആശയവാദം, ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്, അതേപോലെ തന്നെ വിശ്വവ്യവസ്ഥാവാദം, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, സ്വദേശീയതാവാദം, ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്. ഇവയൊക്കെ ലോകത്ത് നിലനിന്നിട്ടുള്ള ഒരുപാട് തരം വാദങ്ങളാണ്. നമ്മൾ പഠിച്ചു നോക്കിയാൽ കാണാം. ആ വാദങ്ങളെല്ലാം പ്രപഞ്ച സൃഷ്ടിയെ പറ്റി പഠിപ്പിക്കുമ്പോൾ അത് ആരംഭിക്കുന്ന യുക്തി അവസാനിക്കുന്നിടത്തെത്തുമ്പോൾ യുക്തിഭംഗം വരികയും അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കാൻ പറ്റുകയും ചെയ്യും. ഒരുപാട് പണിയൊന്നും വേണ്ട, വളരെ എളുപ്പമായി. ഈ ലോകത്ത് ഓരോ ആർഗ്യുമെന്റും കാര്യകാരണ സംബന്ധവാദം, അതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട വാദം. എളുപ്പത്തിൽ ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. ഈ മേശ എങ്ങനെയാ ഉണ്ടായേ? ആശാരി വേണം. ആശാരി എങ്ങനെയാ ഉണ്ടായി? ഇങ്ങനെ ചോദിച്ച് അവസാനം അതുപോലെ ഈ പ്രപഞ്ചത്തിനൊരു ഈശ്വരൻ വേണം. അധികം ചിന്തിക്കാത്ത വർഗത്തെ ഒതുക്കി നിർത്താനും ആ ഈശ്വരനുമായി നേരിട്ട് എനിക്കാണ് ബന്ധമുള്ളതെന്നും അതുകൊണ്ട് നീ എനിക്ക് വല്ലതൊക്കെ തന്നാൽ ഞാൻ അവിടെ എത്തിക്കുമെന്നും ഞാൻ നിന്റെ ഇടയിലെ മധ്യസ്ഥനാണെന്നും നേരിട്ടുള്ള ലിങ്കാണ് ഞാനെന്നും അതുകൊണ്ട് ഈ കമ്പ്യൂട്ടറിലേക്ക് നിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് സന്ദേശം അയച്ചാൽ ഞാൻ അവിടെ എത്തിച്ച് അവിടുന്ന് സന്ദേശം നിനക്ക് തരുമെന്നും അങ്ങനെ നിനക്ക് ഈ വിശ്വവിശാല ജാലകം ഞാൻ തുറന്നു തരാമെന്നും പറയുന്ന സമറ്റിക് ചിന്തയുണ്ട്. ഇന്ന് നിങ്ങൾ പുലർത്തുന്നതും ആ ചിന്ത തന്നെയാണ്. നിങ്ങളൊക്കെ മതം മാറിയിരിക്കുന്നു. നിങ്ങളൊന്നും ഇന്ന് ഹിന്ദുക്കളല്ല, പേരേ ഉള്ളൂ ഹിന്ദുക്കളുടെ. രാമനും കൃഷ്ണനും ഒക്കെ പേരിട്ടാൽ ഹിന്ദുക്കളാവുമെന്ന് തെറ്റിദ്ധരിച്ചാണെങ്കിൽ ഇപ്പൊ ആ പേരൊക്കെ സമറ്റിക് മതങ്ങളിൽ കൊണ്ടുപോകാനും പേടിക്കണ്ട. നിങ്ങൾ ഈ കാര്യകാരണ സംബന്ധവാദത്തിൽ കോസ്വൽ ആർഗ്യുമെന്റ് അവിടെയാണ് നിൽക്കുന്നത്. അല്പം ചിന്തിച്ചാൽ ഇത് പൊട്ടും, ഇത് ഗതികേട് പറ്റും. ഇതിനകത്ത് ഒരുങ്ങി നിന്നൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അതിനകത്തൊന്നും വല്ലവരും ഈ ചോദ്യം ചോദിക്കും. ഭാരതീയ ചിന്ത പഠിച്ചവന് ഈ ചോദിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവൻ വന്നിട്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തെ ആരാ ഉണ്ടാക്കിയത്? ആദ്യമൊക്കെ ഒതുക്കി നിർത്താൻ അധികപ്രസംഗം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വടിയെടുത്തൊക്കെ കാണിക്കാം. പക്ഷെ അല്പമൊക്കെ വിവരമുള്ളവൻ ചോദിച്ചാൽ വടിയെടുക്കാൻ പറ്റില്ല. മനസ്സിലായോന്നറിയില്ല. നമ്മളോടൊപ്പം വിവരമുള്ളവനാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നവൻ വന്ന് ഈ ചോദ്യം ചോദിച്ചാൽ മുമ്പ് വടിയെടുത്ത് ഒതുക്കിയിരുത്തിയ പിള്ളേർ ചോദിക്കും, എന്താ അയാളുടെ നേരെ വടിയെടുക്കാത്തത്? അത് ഞാൻ പോട്ടെന്ന് വിചാരിച്ചതാണ്, അയാളോടൊന്നും മറുപടി പറയണ്ട, നീ ഇങ്ങനെ പഠിച്ചാൽ മതി എന്ന് തൽക്കാലം പറയുമ്പോഴീ ഉള്ളിലെ ശബ്ദം പിള്ളേർ കേൾക്കും. ഒന്ന് കിടുങ്ങിയിട്ടുണ്ടെന്ന് പിള്ളേർക്ക് മനസ്സിലാവുന്നതോടെ ഇതിന്റെ കെട്ടറപ്പ് പോകും. അതുകൊണ്ട് ഈ കാര്യകാരണ സംബന്ധവാദം, അതിന്റെ ആരംഭമായ എന്തിനും കാരണം വേണമെന്ന വാദം, ഈശ്വരൻ എന്നൊന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനും ഒരു കാരണം വേണ്ടി വരും. കാരണം അനന്തമായതുകൊണ്ട് കാര്യകാരണ സംബന്ധവാദം അടിസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കാത്തതാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് ആ വഴിയിൽ ഈശ്വരനെ അന്വേഷിച്ച് പോകരുത്, പോയിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ആശയവാദങ്ങൾ, ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്സ്. ഈ ഈശ്വരൻ എന്നൊരു ആശയമാണ്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും ഒരു ആശയമാണ്. ഇതൊരു സങ്കല്പനം മാത്രമാണ്. പറഞ്ഞാൽ ഗതികേടായി.
ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തെല്ലാം സങ്കല്പമാണെന്നൊക്കെ പറഞ്ഞു ഗംഭീരമായിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോയവര് വീട്ടിലാകപ്പാടെ ഒരു പാത്രത്തിനകത്ത് 3-4 കല്ല് പെറുക്കി വെച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ പറഞ്ഞു, സ്വാമികളെ, ഇതൊരാശയമാണ് ഈ പ്രപഞ്ചം, ഇതൊരു സങ്കല്പമാണ്, ഇത് കൊഴുക്കട്ടയാണെന്ന് സങ്കല്പിച്ച് കഴിച്ചാലും സ്വാമികളുടെ ആപ്പീസ് കൂട്ടും. ആശയവും സങ്കല്പമൊക്കെ അവിടെ മാറും. അതുകൊണ്ട് ഓണ്ടോളജിക്കൽ ആർഗ്യുമെന്റിനും നിലനിൽപ്പില്ല. മനസ്സിലായില്ല? പ്രയോഗത്തെ സ്വാധീനിക്കാത്തതും പ്രയോഗത്തെ ഉൾക്കൊള്ളാത്തതുമായ ഒരു ശാസ്ത്രവും അല്പനേരത്തെ കൂട്ടായ്മയ്ക്കപ്പുറത്ത് അവനവന്റെ ഏകാന്തതകളിൽ നിലനിൽക്കില്ല. ഏതൊന്ന് അവൻ എല്ലാ കൂട്ടായ്മയ്ക്കും വെളിയിലെത്തി തന്റെ ഏകാന്തതയിൽ ഭയമില്ലാത്തതും ആനന്ദമായും നിലനിൽക്കുന്നുവോ അതിന് മാത്രമേ ശാസ്ത്രത്തിന്റെ തലങ്ങളിൽ പ്രസക്തിയുള്ളൂ. ഒരുമിച്ചുള്ളപ്പോൾ ശരിയെന്ന് തോന്നിയത് കൊണ്ടായില്ല. പോയി ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചാൽ ശരിയെന്ന് ബോധ്യപ്പെടണം. വീട്ടിലൊന്നറിയില്ല. മറ്റത് ഭയം കൊണ്ടുണ്ടാവും. പൂർണ്ണമായ ഏകാന്തതയിൽ തന്റെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഏതൊന്ന് ശരിയെന്ന് വ്യക്തമായി ബോധ്യമാകുന്നുവോ അത് ഈ ലോകത്തിന് മുഴുവൻ ശരിയായിരിക്കും. അതിനാ ദർശനം എന്ന് പറയുന്നത്. അവൻ കാണുക. അങ്ങനൊന്ന് ഭാരതീയരവാ തേടിപ്പോയത്. അതേപോലെ തന്നെ വിശ്വവ്യവസ്ഥാവ്യവാദവും, ഈ വിശ്വത്തിനൊരു വ്യവസ്ഥയുണ്ട്, അങ്ങനെ ചിലർ പറയാം. ഇത് ക്രമം തെറ്റാതെ പോകുന്നതാണ്, ഇതിന് കൃത്യമായ ഒരു ക്രമമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ക്രമത്തെ നോക്കിയിരുന്നാൽ ക്രമമേ ഇല്ലെന്ന് മനസ്സിലാവും. കാരണം വെജിറ്റേറിയനായ ജീവികളൊക്കെ വെജിറ്റേറിയൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ തള്ളമുയൽ പ്രസവിച്ച് ആദ്യത്തെ കുഞ്ഞിനെ തന്നെ ആ തള്ള തന്നെ തിന്നുമ്പോൾ വിശ്വത്തിന്റെ വ്യവസ്ഥ പോയി. മനസ്സിലായില്ല? അത് കാണാത്തവന് തൽക്കാലത്തേക്ക് തേണ്ടത്തു ഒരു വ്യവസ്ഥയില്ലെന്ന് മനസ്സിലായി. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ വർത്തമാനം പറയാതാകുമ്പോൾ വ്യവസ്ഥ വല്ലതും ഉണ്ടോ? യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തതാണ് ഈ പ്രപഞ്ചം. ഒരു നിയമങ്ങളും ബാധകമല്ലാത്തതാണ് ഈ പ്രപഞ്ചം. മൊത്തമായി നോക്കിയാൽ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളും പ്രകൃതിയാ ഉള്ളതെന്നവൻ കണ്ടെത്തിയ നിയമങ്ങളും വരെ നിമിഷാർത്ഥം കൊണ്ട് മാറി മറിയും. ഒരിക്കൽ പ്രകാശം ഋജുരേഖയിലാണെന്ന് തോന്നുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അതിന്റെ ആഗമനികവും നിഗമനികവുമായ രീതിയിൽ തെളിയിക്കുകയും ചെയ്ത് അടുത്ത നിമിഷം നോക്കുമ്പോൾ തരംഗ രൂപത്തിലാവും. ഋജുരേഖയിലാണെന്ന് പറഞ്ഞ് നോബൽ സമ്മാനം മേടിച്ചവനൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. നമ്മുടെ വി രാമൻ ഉൾപ്പെടെ. കാരണം അവർക്ക് കിട്ടിയതും പ്രകാശ ഋജുരേഖയിൽ പോയിട്ടാ. മോളിക്യൂളർ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, അതിൽ നടത്തിയ പരീക്ഷണങ്ങളിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. ക്രിസ്ത്യൻ ഹൈഗൻസ് ഋജുരേഖയിലല്ല എന്ന് പറഞ്ഞതോടെ അന്നുവരെ മേടിച്ചവനൊക്കെ തിരിച്ചു കൊടുക്കണം, സത്യസന്ധത ഉണ്ടെങ്കിൽ. അതിന് അങ്ങേരി പോലും ഇല്ല, പിന്നെന്ത് ചെയ്യും? അപ്പൊ എന്താണ് ഇതിന്റെ വ്യവസ്ഥ? ആലോചിച്ചുറച്ചൊരു വാക്ക് പറയാൻ പറ്റാത്തവരാണിത് വ്യവസ്ഥയുണ്ടെന്ന് പറയുന്നത്. അടുത്ത വാക്ക് എന്താകും പറയാൻ പോകുന്നതെന്ന് പറയുന്നവന് പോലും നിശ്ചയമില്ല. റൈറ്റ്? വ്യവസ്ഥ ഇല്ലാത്തതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് വ്യവസ്ഥാവാദവും നിലനിൽക്കില്ല. സ്വോദ്ദേശ്യമാണ് ഈ പ്രപഞ്ചം. മറ്റു ചിലർ ഇതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന്. ദുഃഖം വരുമ്പോൾ ചില കവികളൊക്കെ എങ്ങനെ എഴുതും? ഉരുക്കിയിടുന്നു മെഴുനീരിലിട്ട് മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്തം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. അതിനകത്ത് തന്നെ അപകടമുണ്ട്. ഏതോ പണിത്തരത്തിന്. അത് തന്നെ സ്വദേശീയത ഇല്ലെന്നുള്ളതിന് തെളിവാണ്. അത് നാലപ്പാടിന്റെ അറിവിന്റെ ഗുണമാണ്. ആ കവിതയിൽ തന്നെ സ്വദേശീയതയിലൂടെ പറഞ്ഞ് സ്വദേശീയത ഇല്ലെന്ന് സ്ഥാപിച്ചാണ് അങ്ങേര് നിൽക്കുന്നത്. സ്വദേശ്യമല്ല ഈ പ്രപഞ്ചം. ഇങ്ങനെയാണെങ്കിൽ പിന്നീട് ഏതാണ്? അവിടെയാണ് മായയ്ക്ക് പ്രസക്തി, അവിടെയാണ് വിവർത്തത്തിന് പ്രസക്തി, അവിടെയാണ് ഋഗ്വേദത്തിന് പ്രസക്തി. വിവർത്തമാണ് ഈ പ്രപഞ്ചം. അപഗ്രഥിച്ചാൽ ഇല്ലാതാവുകയും വ്യവഹരിക്കുമ്പോൾ ഉള്ളതാണെന്ന് തോന്നുകയും ചെയ്യുന്ന, ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ പറയാൻ കഴിയാത്ത സദസത് വിലക്ഷണമായ മായയാണ് ഈ പ്രപഞ്ചം. സത്തല്ല, അസത്വമല്ല. ലോജിക്കിന്റെ ലോജിക്കിൽ പറഞ്ഞു. ഇതിനോട് ഏറ്റുമുട്ടി ഇല്ലെന്നോ ഉണ്ടെന്നോ ഒന്നും തെളിയാണോ? ഉള്ളതാണോ? അതെ. അത്രയുണ്ടോ? ഇല്ല. ഉള്ളതല്ലേ? അതെ. എന്നാലുണ്ടോ? സത് അസത് വിലക്ഷണമായ മായ. ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഒറ്റയടിക്കും ഇല്ലാത്തതെന്ന് ശങ്കരൻ പറഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞില്ല. വിവരദോഷികൾക്ക് എപ്പോഴും ഉള്ളത്, വിവരമുള്ളവരിൽ ഇല്ലാതാകും. അതുകൊണ്ട് ഒന്ന് ചോദിക്കുമ്പോൾ ആചാര്യന്മാരും ചോദ്യം ചോദിക്കുന്നവനെ നോക്കിയിട്ടാണ് ഉത്തരം പറയുന്നത്. ഈ പ്രപഞ്ചം ഉള്ളതല്ലേ ഗുരു? ഉള്ളത് തന്നെ. അടിച്ചു പൊളിച്ച് ജീവിക്കടാ. കാരണം നിനക്കുള്ളതുകൊണ്ടാണല്ലോ ഉണ്ടോന്ന് ചോദിച്ച്. ഈ പ്രപഞ്ചമൊന്നും ഇല്ല അല്ലേ ഗുരു? ഇല്ലടാ, വെറും തോന്നൽ. ആ ചോദ്യം ചോദിക്കുന്നവൻ അനുസരിച്ച്. കാരണം ചോദിക്കുന്നവന്റെ ഉള്ളിലുള്ള ഉത്തരമായതിന്റെ ഉത്തരം.
ചോദ്യത്തിന് മുമ്പേ ഉത്തരമുണ്ടല്ലോ. ഉത്തരമില്ലാതെ ഇന്നുവരെ ആരും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. ആ ഉത്തരം ആരോട് ചോദിക്കുന്നുവോ അവൻ പറയാനാണല്ലോ നമ്മുടെ വഴക്ക്. ആദ്യ ഉത്തരം, പിന്നെ ആ ചോദ്യം. അല്ലാതെ ഒരു ചോദ്യവും വരില്ല. അത് മനസ്സിലാക്കിയവർ കുറവാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കും. എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ചോദ്യകർത്താവിലുണ്ട്. അവനെ കോപിപ്പിക്കണമെങ്കിൽ ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി. ഉത്തരമില്ലാത്തൊരു ചോദ്യവും ഇന്നുവരെ ഒരു ചോദ്യകർത്താവും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് മിടുക്കൻ പറയും, ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ വെരി നിയർ ടു ഹോം. എന്നോട് ചോദിച്ച് നീ എന്തറിയാൻ? നിന്നിലില്ലേ ഉത്തരം? നിന്നോട് ചോദിക്കടാ. നീ എന്നോട് ചോദിക്കാൻ തോന്നിയതാണ് നിന്റെ പൊട്ടത്തരം. മനസ്സിലായില്ല? നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നിന്നിൽ വെച്ച് എന്റേതാക്കി പറയാൻ മാത്രം നീ ചോദിക്കുന്നു. നിന്റെ ചോദ്യവും നിന്റെ ഉത്തരവും നിന്നിലാണ്. കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എവിടെ പോയി ആരോട് ഉത്തരത്തിന് വേണ്ടി ചോദ്യം ചോദിച്ചാലും ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് നമ്മുടെ പ്രിയത്തിനായാൽ ഗംഭീരം. അത് തന്നെ പറഞ്ഞു. തിരിച്ചായാൽ ഉടനെ മറ്റൊരു പ്രസ്ഥാനം പ്രതീക്ഷിക്കാം. ഒട്ടനെ പുതിയൊരു പ്രസ്ഥാനം പ്രതീക്ഷിക്കാം. എല്ലാ ചോദ്യങ്ങളിലും ഒരു ഉത്തരം മാത്രമല്ല, പുതിയൊരു പ്രസ്ഥാനവും ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ചോദ്യമില്ലാതാകട്ടെ. അവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും അസ്തമിക്കും. മനസ്സിലായില്ല? ലോകത്തെല്ലാം ഉൽപ്പന്നമാകുന്നത് ഈ അജ്ഞാനത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വിവർത്തവാദം, പ്രപഞ്ചം വിവർത്തമാണ്. ശങ്കരൻ മായ എന്ന് ഉപയോഗിച്ചു എന്ന് മാത്രം. അതിന് മുമ്പൊരാചാര്യൻ ഉണ്ടായിരുന്നു. അവിടെ ഇതൊന്നുമില്ല. അത് നമുക്കിപ്പം മനസ്സിലാവില്ല.